നമ്മുടെ വീടുകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ക്വാളിറ്റിയുള്ള എക്സ്റ്റൻഷൻ ബോക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് PVCയുടെ ബോക്സിലാണ്. ഇതിൽ 2 3-പിൻ്റെ സോക്കറ്റുകളും 2 സ്വിച്ചുകളും ഫിറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. 2 3-പിൻ്റെ സോക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിന് 32 രൂപ വെച്ചാണ് റേറ്റ് ആയത്. ബോക്സിന് 60 രൂപയും. പിന്നെ 2 സ്വിച്ചുകളും. ഈ സ്വിച്ചുകൾക്ക് 16 രൂപ വെച്ചാണ് റേറ്റ് ആയത്. എല്ലാം ആങ്കർ എന്ന ബ്രാൻഡിൻ്റെയാണ്. കേബിൾ വാങ്ങിയത് 3 മീറ്റർ 3 കോർ 1 സ്ക്വയറിന്റെ ആണ്. പിന്നെ 3-പിന്റെ പ്ലഗ് ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതിന് 60 രൂപയും കേബിളിനായത് 174 രൂപയാണ്. ഈ ബോക്സിന്റെ ടോപ്പ് സൈഡിൽ സോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളുകൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളണം. അവിടെ മാർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി, കയറിക്കോളും. ഈ സോക്കറ്റുകൾ ബോക്സിന്റെ ഇരുവശങ്ങളിലുള്ള ഹോളുകളിലാണ് ഫിറ്റ് ചെയ്യുന്നത്. നടുക്ക് വരുന്ന ഹോളുകളിൽ സ്വിച്ചുകളും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വെച്ച ശേഷം ഇനി സ്ക്രൂവും അതിൻ്റെ ചെറിയ നെട്ടും ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. ഈ സ്വിച്ച് നമ്മൾ ബോക്സിലേക്ക് വെക്കുമ്പോൾ ഓണ് താഴത്തേക്ക് വരാൻ പാകത്തിന് വെക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ കുറച്ച് വയർ വേണം ഈ സോക്കറ്റുകളും സ്വിച്ചുകളും തമ്മിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി. ആദ്യം നമുക്കൊരു ചെറിയ കഷ്ണം വയർ എടുത്തിട്ട് 2 സോക്കറ്റുകളുടെയും ന്യൂട്രലുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ പാകത്തിന് അവിടെ N എന്ന് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു ചെറിയ കഷ്ണം വയർ എടുത്തിട്ട് സോക്കറ്റിലെ ഫേസിൽ നിന്നും സ്വിച്ചിന്റെ ഒരു ലെഗിലേക്ക് കണക്ട് ചെയ്യണം. ഈ സോക്കറ്റിൽ L എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെയാണ് ഫേസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സോക്കറ്റിലെ ഫേസിൽ നിന്നും സ്വിച്ചിന്റെ താഴത്തെ ലെഗിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യണം. ഈ സോക്കറ്റിന്റെ മുകളിൽ വരുന്നതാണ് എർത്ത്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ പാകത്തിന് ഒരു വയർ കൊടുക്കണം. ഇനി നമ്മുടെ ബോക്സിൽ കേബിൾ ഉള്ളിലേക്ക് കയറ്റാൻ പാകത്തിന് ഒരു ഹോൾ ഇടണം. ഇപ്പോൾ കോപ്പറിനൊക്കെ റേറ്റ് കൂടിയോണ്ട് തന്നെ കേബിളിൻ്റെയും റേറ്റ് കൂടി. ഈ കേബിൾ ഇതുപോലെ ബോക്സിലേക്ക് കയറ്റിയ ശേഷം ഒരു കെട്ടിടാം പുറത്തേക്ക് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ആദ്യം ഞാൻ കണക്ട് ചെയ്യാൻ പോണത് ഏതെങ്കിലും ഒരു പ്ലഗിലെ എർത്തിലേക്ക് നമ്മുടെ കേബിളിൻ്റെ എർത്ത് വയറും കണക്ട് ചെയ്യണം. ഈ കേബിളിലെ എർത്ത് കൊടുക്കേണ്ടത് യെല്ലോയും ഗ്രീനും കൂടെ കൂടി വരുന്ന വയറാണ്. ആ വയറും ഉള്ളിലേക്ക് കയറ്റി വെച്ച ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതി. കേബിളിൽ വരുന്ന അടുത്ത വയർ കണക്ട് ചെയ്യുന്നത് ബ്ലാക്ക് ആയിട്ട് വരുന്നതാണ്. അത് ന്യൂട്രലാണ്. അതപ്പോൾ നമുക്കൊരു സോക്കറ്റിലെ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യണം. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളത് കേബിളിൽ വരുന്ന ഫേസ് ആണ്. അത് റെഡ് വയറാണ്. അപ്പോൾ ഈ റെഡ് വയർ നേരെ എടുത്ത് സ്വിച്ചിലെ മുകളിലത്തെ ലെഗിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യണമൊപ്പം തന്നെ 2 സ്വിച്ചുകളുടെയും മുകളിലത്തെ ലെഗുകൾ തമ്മിൽ ഒരു ചെറിയ വയറും കൂടിയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലത്തെ വയറുകളുടെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതിനു മുന്നേ ഞാനൊരു എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്തായിരുന്നു. അന്നപ്പോൾ പുതിയ എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറയാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു. ഞാനിപ്പോൾ ഈ കേബിൾ പുറത്തേക്ക് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ബോക്സിൻ്റെ ഉള്ളിൽ കെട്ടിയില്ല. അതിന് പകരം കേബിൾ ടൈ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത ശേഷം ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു. ഇതുപോലെ ചെയ്തതെന്ന് വെച്ചാൽ കേബിളിൻ്റെ ലെങ്ത് കുറയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇനി ബോക്സ് അടച്ച് സ്ക്രൂ ചെയ്യാം. ഇനി നമുക്ക് കേബിളിൻ്റെ അറ്റത്ത് ഈ 3-പിൻ പ്ലഗ് ടോപ്പ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ പ്ലഗ് അഴിച്ച ശേഷം യെല്ലോയും ഗ്രീനും കൂടെ വരുന്ന വയർ നേരെ ഏറ്റവും മുകളിലത്തെ എർത്തിലേക്ക് കണക്ട് ചെയ്യണം. ഇനി L എന്ന് എഴുതിയ ഒരു ലെഗ് ഉണ്ട്. അതിലേക്ക് നേരെ റെഡ് വയർ അഥവാ ഫേസ് വയർ കണക്ട് ചെയ്യണം. ഇനി അടുത്തത് N എന്ന് എഴുതിയ ന്യൂട്രലുണ്ട്. അതിലേക്ക് ബ്ലാക്ക് വരുന്ന വയർ കണക്ട് ചെയ്യണം. അതിനുശേഷം പ്ലഗ് അടിച്ച് സ്ക്രൂ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സ് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.